വിശദമായി നോക്കാം. പെരിയാർ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതിയടക്കം 2 പേർക്ക് പരോൾ അനുവദിച്ചു. ഒന്നാം പ്രതിയെ പീതാംബരൻ, 7ാം പ്രതി അശ്വിൻ എന്നിവർക്കാണ് 1 മാസത്തേക്ക് പരോൾ നൽകിയത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് പരോൾ. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, നിയമപ്രകാരമുള്ള പരോൾ തന്നെയാണോ അനുവദിച്ചിട്ടുള്ളത്? ഇവരുടെ അപേക്ഷ പരിഗണിച്ചാണോ ഇപ്പോൾ നടപടി? കാസർഗോഡ് പെരിയാർ കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും പ്രവേശിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതി ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചത്. പരോൾ അനുവദിക്കാൻ സർക്കാരിൽ അപേക്ഷ നൽകിയിരുന്നു. അത് അംഗീകരിച്ചാണ് 1ാം പ്രതി പീതാംബരൻ, 7ാം പ്രതി അശ്വിൻ എന്നിവർക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയോട് 1 മാസത്തേക്കാണ് പരോൾ നൽകിയിട്ടുള്ളത്. പീതാംബരൻ ഇപ്പോൾ രാവണേശ്വരത്തുള്ള വീട്ടിലും അശ്വിൻ ബേടകത്തുമുള്ള ബന്ധുവീടുകളിലാണ് കഴിയുന്നത്. കേസിലെ 2ാം പ്രതിയായ സജി ജോർജിന് കഴിഞ്ഞ ദിവസം പരോൾ അനുവദിച്ചിരുന്നു. ഇങ്ങനെ കൂട്ടത്തോടെ പെരിയാർ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സജി ജോർജ് കണ്ണൂരിലെ ബന്ധുവീട്ടിലാണ് കഴിയുന്നത്. 2019 ഫെബ്രുവരി 17 രാത്രിയായിരുന്നു നാട്ടിനെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകം നടന്നത്. അതിലെ പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതിൽ മറ്റൊരു പ്രതിക്ക് നേരത്തെ പരോൾ അനുവദിച്ചിരുന്നു. ഇപ്പോൾ കൂട്ടത്തോടെ ഇന്ന് 2 പ്രതികൾക്കും. ഇപ്പോൾ ആകെ എത്ര പ്രതികളാണ് പരോൾ നേടി പുറത്തിറങ്ങിയിട്ടുള്ളത്? ഇപ്പോൾ 3 പ്രതികൾ പരോൾ പുറത്താണുള്ളത്. ഒരാൾ കണ്ണൂരിലെ ബന്ധുവീട്ടിലും മറ്റു 2 പേർ ബേക്കൽ പോലീസ് സ്റ്റേഷന് പുറത്തുള്ള, എന്നാൽ പെരിയക്ക് തൊട്ടടുത്തുള്ള പ്രദേശത്ത് ആണ് ഈ 1ാം പ്രതി ഉൾപ്പെടെ ഉള്ളത്. 5ാം പ്രതി ജിജിൻ ഗംഗാധരനും അതോടൊപ്പം 15ാം പ്രതി വിഷ്ണു സുരയും ഇപ്പോൾ പരോൾ അനുവദിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണുള്ളത്. മുഴുവൻ പ്രതികൾക്കും പരോൾ അനുവദിച്ച് അവരെ പുറത്തെത്തിക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നു എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണം. നേരത്തെ 2 പ്രതികൾക്ക് പരോൾ നൽകിയിരുന്നു. ഇപ്പോൾ 1ാം പ്രതി ഉൾപ്പെടെ 3 പേർ പുറത്തുണ്ട്. ഇന്ന് 2 പേർക്ക് പരോൾ അനുവദിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് കൂടി പരോൾ അനുവദിച്ചിരുന്നു. അങ്ങനെ 3 പ്രതികൾ പുറത്താണുള്ളത്. 2 പ്രതികൾ കൂടി ഇപ്പോൾ സർക്കാരിന് പരോൾ അനുവദിക്കുന്നുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. അവരുടെ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ്. 5ാം പ്രതി ജിജിൻ ഗംഗാധരനും അതോടൊപ്പം തന്നെ 15ാം പ്രതി വിഷ്ണു സുരയുമാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. അവരുടെ അപേക്ഷ കൂടി പരിഗണിച്ച് അവർക്കും കൂടി പരോൾ അനുവദിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്.